കുട്ടി വന്നിട്ട് ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞു. ബിഗ് ബോസ് അവളെന്നെ ചപ്പാത്തി കള്ളിനെ വിളിച്ച് കരച്ചിലോട് ഓക്കെ. കൺഫെഷൻ റൂമിൽ കയറിയ വീഡിയോ മുഴുവൻ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മുഴുവൻ വീഡിയോ കാണിച്ചുതരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. കഴിഞ്ഞ സീസണൊക്കെ ഈ സീസൺ വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, കഴിഞ്ഞ സീസണിൽ അടിക്ക് തിരിച്ചടി വെടിക്ക് ആ ഒരു കിടുള്ള സീസണാണ് കഴിഞ്ഞ സീസണ്. പക്ഷേ ഈ ഒരു സീസണ് അയ്യോ മറ്റേ പ്രൈമറിയത്തെ കുട്ടികളെ കൊണ്ടുപോകാണ്ട് ബിഗ് ബോസിനകത്തിട്ടിട്ട് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. പ്രൈമറിത്തെ കുട്ടികളെ കൊണ്ട് ബിഗ് ബോസിനകത്തിട്ട് അവസ്ഥയായി പോയി. ഓക്കെ, ബിഗ് ബോസിന് പരാതി കേട്ട് ബിഗ് ബോസ് മടുത്ത് നീ അവളോട് ക്ഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നെ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചിട്ടുണ്ട്. കുട്ടി വന്നിട്ട് ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞു. ബിഗ് ബോസ് അവളെന്നെ ചപ്പാത്തി കളി എന്ന് വിളിച്ചു. ഞാൻ അവളെ ഒരു അനീതി പോലെയാണ് കാണുന്നത്. ബിഗ് ബോസിൻ്റെ അടുത്ത് അനുമോളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ലൈവിൽ നോമിനേഷൻസ് ആണ് നടക്കുന്നത്. അനുമോളി നോമിനേറ്റ് ചെയ്യാൻ കൺഫെഷൻ റൂമിലേക്ക് ചെല്ലുന്നു. ആദ്യം തന്നെ ബിഗ് ബോസിൻ്റെ അടുത്ത് ഒരു മാസം ഡയലോഗ് അടിക്കുന്നുണ്ട്. ബിഗ് ബോസ് എനിക്ക് 2-ൽ കൂടുതൽ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ 2 പേരെ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ 2 പേരുടെ പേര് പറയാമെന്ന് പറഞ്ഞ് ആദ്യം അക്ബറിൻ്റെ പേര് പറയുന്നു. അക്ബർ എന്നെ ഇവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്നു. എനിക്ക് ഒരുമാതിരി ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. എൻ്റെ പുറകെ നടന്ന് എന്നെ തന്നെ ട്രിഗർ ചെയ്ത് ഗെയിം കളിക്കുന്നത് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ അക്ബറിൻ്റെ പേര് പറയുന്നു. പിന്നെ രണ്ടാമത് പറയുന്നത് ജിസേലിൻ്റെ പേരാണ്. ജിസേലും അനുവും തമ്മിൽ ചേരില്ല, നമുക്ക് ഓൾറെഡി അറിയാലോ. ജിസേലിൻ്റെ പേര് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ജിസേലും ഞാൻ തമ്മിൽ തുടക്കത്തിലെ മുതലേ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം പേരിൽ എന്നെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് വരെ എൻ്റെ ആ ഒരു കുറ്റം എൻ്റെ തലയിൽ വെച്ചു. ഒരു അനാവശ്യമായിട്ട് എനിക്കൊരു പേരും എന്നെ വിളിച്ചു. അത് അവൾ മാത്രമല്ല, ഇപ്പോൾ എന്നെ റെനയും ആ പേര് വിളിച്ചു. അവളെ ഞാൻ എൻ്റെ ഒരു കൊച്ചനീത്തിനെ പോലെ കാണുന്നത്. എന്നിട്ടും അവൾ എന്നെ ആ ഒരു പേര് വിളിച്ചു എന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ അടുത്ത് ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ അനുമോൾ പൊട്ടി കരയുന്നുണ്ട്. കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മേളിലേക്കൊക്കെ നോക്കി പല്ലൊക്കെ കടിച്ച് പിടിച്ച് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ചപ്പാത്തിക്കള്ളിയുടെ ആ ഒരു വിഷയം പറഞ്ഞപ്പോൾ അനുമോൾക്ക് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കരഞ്ഞു. എന്തായാലും അവസാനം അക്ബറും ജിസേലിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി. ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സോ എന്തായാലും റെനക്ക് നല്ല രീതിയിൽ ഹെയ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല അനുമോൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. കാരണം ഈ തൊട്ടനും മുടിച്ചനൊക്കെ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി പരാതി പറയാനൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ ബോൾഡായി നിൽക്കണ്ടേ, അവിടെ പോയി കരയാൻ. എനിവേ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരിക്കലും ചില ആൾക്കാർ പറയുന്നുണ്ട് മറ്റേ അനുമോള് ശരിക്കും നിൽക്കുകയാണ്, ശരിക്കുള്ള സ്വഭാവമാണ്. സോ ഇങ്ങനത്തെ സ്വഭാവം എല്ലാവർക്കും പറ്റിയ സീസണല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവം എല്ലാവർക്കും പറ്റിയ എപ്പിസോഡല്ല, അല്ലെങ്കിൽ പ്രോഗ്രാം അല്ലേ ബിഗ് ബോസ്. ഓക്കെ, കുറച്ചുകൂടി ബോൾഡ് സ്ട്രോങ് ആണ്. സോ അനുമോൾ ഇസ് നോട്ട് എ ബിഗ് ബി മെറ്റീരിയൽ. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. എനിവേ